ദി പെർഫെക്റ്റ് UFC ഫൈറ്റർ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള UFC ഫൈറ്റേഴ്സ് കാണും. ഇവരുടെ എല്ലാം പല ആട്രിബ്യൂട്ട്സും നമുക്ക് ഇഷ്ടമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലക്സ് പെരേര സ്ട്രൈക്കിങ്ങിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എസ്പെഷ്യലി അലക്സ് പെരേര KO പവർ. ഈ ഒരു KO പവർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ അലക്സ് പെരേര ഒരു കംപ്ലീറ്റ് ഫൈറ്റർ ആണോ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. കാരണം അലക്സ് പെരേര ഗ്രൗണ്ട് ഗെയിം അത്ര ഇംപ്രസീവ് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നേരം നമ്മൾ വിചാരിക്കും ഇതുപോലെ നല്ല ആരുടെങ്കിലും ഗ്രൗണ്ട് ഗെയിം കിട്ടിയിരുന്നത്, അതായത് ഇപ്പോൾ ജോൺ ജോൺസിൻ്റെ കൂട്ടി ടേക്ക് നോൺ ഡിഫൻസും അതുപോലെ തന്നെ റെസ്ലിംഗ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇത് സൂപ്പറായിരുന്നത് നമ്മൾ വിചാരിക്കത്തില്ലേ. എന്നാൽ ജോൺ ജോൺസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ജോൺ ജോൺസിന് നോക്കൗട്ട് പവർ ഇല്ല. അന്നേരം നമ്മൾ വിചാരിക്കും ജോൺ ജോൺസിന് നോക്കൗട്ട് പവറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. അന്നേരം ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ലാക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ അവരുടെ തന്നെ വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സും കാണുമായിരിക്കും. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് ഒരു പെർഫെക്റ്റ് ഫൈറ്ററിനെ ഉണ്ടാക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ ആരുടെയൊക്കെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ചൂസ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ കാണുമായിരിക്കും. ഇപ്പം നിങ്ങളൊരു പെർഫെക്റ്റ് ഫൈറ്ററിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും, നിങ്ങൾ വേറെ ആൾക്കാരുടെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരുടെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും എടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് 634 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെ എഴുതിയാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കയറുന്നത്. വ്യൂസൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്, ബട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കയറിയിട്ടേ കാര്യമുള്ളൂ. ഇതിപ്പം ഞാൻ വലിയ അത്യാഗ്രഹം കയറിയിട്ട് ഇതുപോലെ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഞാൻ കൂടുതൽ അങ്ങനെ ചോദിക്കുന്നതല്ല. ഈ പറയുന്ന മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പോലും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു 1000 എങ്കിലും വേണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഓക്കെ, ആദ്യമേ തന്നെ ഒരു പെർഫെക്റ്റ് ഫൈറ്ററിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എസെൻഷ്യലി വരുന്നൊരു കാര്യമാണ് ഫൈറ്റ് IQ. ഫൈറ്റ് IQ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒപ്പോണൻറ്റിനെ തോപ്പ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക. മാത്രമല്ല, ഇപ്പം ഒക്ടഗണിനകത്ത് കയറി കഴിഞ്ഞിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക, അഡാപ്റ്റ് ചെയ്യുക, ഒപ്പോണൻറ്റിൻ്റെ ഓരോരോ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക, എങ്ങനെയെങ്കിലും ഒപ്പോണൻറ്റിനെ ഡിഫീറ്റ് ചെയ്യുക. അന്നേരം ആ ഒക്ടഗണിനകത്ത് കാണിക്കുന്ന ഒരു IQ ഉണ്ട്, അതിനെയാണ് നമ്മൾ ബേസിക്കലി ഫൈറ്റ് IQ എന്ന് പറയുന്നത്. ഈ ഫൈറ്റ് IQൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ഡിമിട്രസ് മൈറ്റി മൗസ് ജോൺസൺ. ഫൈറ്റ് IQൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതുപോലെ 2-3 പേരുടെ പേര് മനസ്സിൽ ഓർമ്മ വരും. ഫസ്റ്റ് ഓഫ് ഓൾ DJ, അത് കഴിഞ്ഞിട്ട് ജോൺ ജോൺസ് ഉണ്ട്, GSP ഉണ്ട്, പിന്നെ വോൾക്രിസി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം പ്രൈമറിലി പറഞ്ഞ ഈ 3 പേരുടെ കാര്യമാണെങ്കിൽ DJ, ജോൺ ജോൺസ്, GSP. ജോൺ ജോൺസിനെ ഞാൻ എന്തുകൊണ്ട് പരിഗണിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജോൺ ജോൺസിന് ഇൻസൈൻ ഫൈറ്റ് IQ ഉണ്ട്. ഇപ്പം നമ്മൾ അതിനൊരു പ്രൂഫ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മറ്റേ DC വേഴ്സസ് ജോൺസ് 2 ഫൈറ്റിൽ ഇതുപോലെ DC തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം പെട്ടെന്ന് ഒരു ഹെഡ് കിക്കിൽ ഡാനിയൽ കോർമിയറിനെ ഓബിളാക്കി. പക്ഷേ ഇതുപോലെ പെട്ടെന്ന് റിക്കവർ ആവുന്നതിന് മുമ്പ് ജോൺ ജോൺസ് ഡാനിയൽ കോർമിയറിന് കാലിനൊരു കിക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് ഡാനിയൽ കോർമിയർ നിന്ന് സ്പിൻ ചെയ്തു, കറങ്ങിയപ്പോഴത്തേക്ക് അതായത് ആ ഒരു ബാലൻസ് കിട്ടാതെ നേരെ പോയി വീണു, അവിടെ കൊണ്ടിട്ട് ഫിനിഷ് ചെയ്തു. അതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ഫൈറ്റ് IQ മൊമെൻറ്റ്സ് ആണ്. പക്ഷേ ഇപ്പം ഞാനിവിടെ ജോൺ ജോൺസിനെ ഉൾപ്പെടുത്താത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ജോൺ ജോൺസിന് ആ ഫൈറ്റ് IQൻ്റെ കൂടെ തന്നെ ജോൺ ജോൺസ് ഫിസിക്കലി എക്സ്ട്രീംലി ഗിഫ്റ്റഡ് ആണ്. ആ ഒരു റീച്ചിൻ്റെയും ഹൈറ്റിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ അഡ്വാൻറ്റേജ് ജോൺസിന് നന്നായിട്ടുണ്ട്. ആരും ഈ കാര്യങ്ങളെല്ലാം ജോൺസ് ഫൈറ്റിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ജോൺസിനെ അങ്ങോട്ട് മാറ്റിയാണ്. മാത്രമല്ല, പിന്നീട് വേറെ കാറ്റഗറി ഞാൻ ജോൺസിനെ വെച്ചിട്ടുണ്ട്. പിന്നെ GSPയുടെ കാര്യമാണെങ്കിലും ഇൻസൈൻ ഫൈറ്റ് IQ ആണ്. GSPയുടെ ഒക്ടഗണിനകത്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭീകര അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, GSP ആ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് UFCയിലേക്ക് റിട്ടേൺ വന്നൊരു ഫൈറ്റ് ഉണ്ടല്ലോ, മിഡിൽ വെയ്റ്റിലേക്ക് ബിസ്പിങ്ങിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ ഇപ്പം നിങ്ങൾ ബിസ്പിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബിസ്പിങ്ങിന് ഒരു കണ്ണ് കാണത്തില്ല, വലത്തെ കണ്ണ് കാണത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം ബിസ്പിങ് അത് സീക്രട്ടാക്കി വെച്ചിരുന്നത്. കാര്യം ഇപ്പം കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ പലയിടത്തും ഫൈറ്റ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഷറഫുദ്ദീൻ മഖമോഡോവിന് ഇതുപോലെ എല്ലായിടത്തും ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതായത് ശരിക്കും ബിസ്പിങ്ങിന് കണ്ണിന് പ്രശ്നമുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫൈറ്റിങ്ങിന് റെസ്ട്രിക്ഷൻസ് വരും. അതുകൊണ്ട് തന്നെ ബിസ്പിങ് ഇത് ആരോടും പറഞ്ഞില്ല, അത് സീക്രട്ടാക്കി വെച്ചിരുന്നു. അതിനും ഈ GSPയും ബിസ്പിങ്ങുള്ള ഫൈറ്റിലുണ്ടല്ലോ, ഇതുപോലെ GSP നോട്ടീസ് ചെയ്തപ്പോൾ ഉണ്ട് ബിസ്പിങ് ഇതുപോലെ വലത്തെ സൈഡിൽ നിന്ന് വരുന്ന പഞ്ചുകളൊന്നും വലിയ കാര്യത്തിൽ ബ്ലോക്ക് ചെയ്യുന്നില്ല. ഇത് GSP നോട്ടീസ് ചെയ്തിട്ട് ആ സൈഡിൽ കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടാണ് അവസാനം ആ ഒരു ഫൈറ്റ് ജയിച്ചത്. ഓക്കെ, അവസാനം ഫിനിഷ് ചെയ്തു. അന്നേരം ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസൈൻ ലെവൽ ഫൈറ്റ് IQ ആണ്. പക്ഷേ ഞാനിവിടെ ഫൈറ്റ് IQൻ്റെ കാര്യത്തിൽ അഗൈൻ GSP കൊടുക്കാത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ GSPയുടെ കോർണർ ഉണ്ടല്ലോ, UFC തന്നെ ഏറ്റവും ബെസ്റ്റ് കോർണറാണ് GSPയുടെ. അത് ഞാൻ അവസാനം പറയാം, അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. ഇത്രയും ഭയങ്കര ഒരു കിടിലം കോർണർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മെൻ്റൽ വർക്കിൻ്റെ പകുതിയും ആ കോർണർ തന്നെ ചെയ്തു കൊടുക്കും. അതായത് ഈ പറയുന്ന ഫൈറ്റിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ഇതുപോലത്തെ കാര്യങ്ങളല്ല. ഇപ്പം GSPയുടെ തല ശരിക്കും പകുതി വർക്ക് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന GSPയുടെ ഫൈറ്റ് IQ പ്ലസ് ഈ ഒരു കോർണറിൻ്റെ ഫൈറ്റ് IQ ആണ് ശരിക്കും നമ്മൾ ഫൈറ്റുകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോർണറിന് അഡ്വാൻറ്റേജ് ഞാൻ കൊടുത്തതുകൊണ്ട് GSP അതിൽ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ ഫൈറ്റ് IQൻ്റെ കാര്യത്തിൽ ഡിമിട്രസ് ജോൺസൻ്റെ ഫൈറ്റ് IQനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം DJയും വൺ ചാമ്പ്യൻഷിപ്പിൽ ആ മൊറായസ് തമ്മിലുള്ള ഫൈറ്റിൽ ഇതുവരെ DJ അവസാനം ഫിനിഷ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാര്യം എത്രത്തോളം ആ ഒരു ഫൈറ്റ് IQ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ആ ഒരു ഫ്ലൈയിങ് ആംബാർ, അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമേ ഇതുപോലെ ഡിമിട്രസ് ജോൺസൺ ഇതുപോലെ ഒരു ഭയങ്കര ഫിസിക്കൽ അഡ്വാൻറ്റേജോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
മാത്രമല്ല ഇപ്പം ഏതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം DJ സ്മോളർ ഗൈയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നുമില്ല. അതിന് ഫൈറ്റ് ടേക്കിൻ്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കും ഡിമിട്രിയസ് ജോൺസൺ. അടുത്തത് ചിന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രൈക്സ് അബ്സോർബ് ചെയ്യാനുള്ള പവർ. അതായത് ഇപ്പം എത്ര ഇടി കിട്ടിക്കഴിഞ്ഞാലും കുലുങ്ങാത്ത അവസ്ഥ, അതിനാണ് ചിഹ്നം എന്ന് പറയുന്നത്. അതിന് ചിഹ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ചിന്നിൽ ഇടി കൊള്ളുമ്പോഴാണ് ശരിക്കും നോക്കൗട്ട് ആവാൻ ചാൻസ് കൂടുതൽ. കാര്യം കൂടുതൽ തല ഷേക്കാവുന്നത് കൊണ്ട് തന്നെ നോക്കൗട്ട് ആവാൻ ചാൻസ് കൂടുതൽ ചിന്നിലിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിഹ്നം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്നിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് മാർവിൻ വെറ്റോറി. ചിന്നിൻ്റെ കാര്യത്തിൽ ഇതുപോലെ 1-2 പേരുകൾ മനസ്സിൽ ഓർമ്മ വന്നായിരുന്നു. മാക്സ് ഹോളോവേ, അതുപോലെ തന്നെ ചിറ്റോ വേര, അങ്ങനെ കുറച്ച് പേരുകൾ ഓർമ്മ വന്നായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സ് ഹോളോവേ വേഴ്സസ് ഇലിയ ടൊപൂര ഫൈറ്റിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മാക്സ് ഹോളോവേ ചൂസ് ചെയ്തേനെ. പക്ഷേ ആ ഒരു ഫൈറ്റിൽ നിങ്ങൾ കണ്ടല്ലോ, ഹോളോവേ ആദ്യമായിട്ട് വീണു. പക്ഷേ ഈ ഭയങ്കര ചിഹ്നമുള്ള ആൾക്കാരുടെ ഒരു ഇതുവരെ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര, അതായത് ഭീകര ഗ്രാനൈറ്റ് ചിഹ്നമുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവസാനം എങ്ങനെയെങ്കിലും അതൊരു ക്രാക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ചിഹ്നം അവിടെ കാണത്തില്ല. അങ്ങനെ സംഭവം ഉണ്ട്. അതിന് മാക്സ് ഹോളോവയുടെ ഇനിയും ചിലപ്പം ക്രാക്ക് ആകുമായിരിക്കും. മാത്രമല്ല മാക്സ് ഹോളോവേ വേഴ്സസ് ജസ്റ്റിൻ കേജ് ഈ ഫൈറ്റിൽ ഇതുപോലെ മാക്സ് ഹോളോവേ ചെറുതായിട്ട് വോബിളായിട്ടുണ്ടെന്ന് അതായത് ഒന്ന് വീണായിരുന്നല്ലോ, പക്ഷേ അത് സ്ലിപ്പോ അങ്ങനെ എന്തോ രീതിയിലാണ് അവരെടുത്തത്. നോക്ക് ഡൗൺ ആയിട്ട് കൂട്ടിയില്ല, പക്ഷേ അത് നോക്ക് ഡൗൺ ആയിരുന്നെന്ന് മാക്സ് ഹോളോവേ ഇതുപോലെ പറഞ്ഞു. ബട്ട് എന്തായാലും ഇലിയ അത് ക്രാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മാക്സ് ഹോളോവേ പരിഗണിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിറ്റോവേരയുടെ കാര്യമാണെങ്കിലും ഇതുപോലെ തന്നെ ഭീകര ചിഹ്നമാണ് ചിറ്റോവേരയ്ക്ക്. ഇപ്പം നിങ്ങൾ ചിറ്റോവേര വേഴ്സസ് സൊമാലി ഫൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഹിറ്റ് വേറെ ആകെ കിട്ടിയിരുന്നെങ്കിൽ നോക്കൗട്ട് ആയനെ. പക്ഷേ ചിറ്റോവേര അത് പിടിച്ചു നിന്നു. മാത്രമല്ല ഇപ്പോൾ ചിറ്റോവേരയുടെ മുഖമൊക്കെ ഒരു പരുവായി. മാത്രമല്ല അവസാനം ഒരു നീ കൂടെ വന്ന് ലാൻഡ് ചെയ്തു. അത്രയും ഭയങ്കര നീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങ് വരെ സൗണ്ട് കേട്ടു. ആ രീതിയിലുള്ള നീ ആയിരുന്നു ആ ലാൻഡ് ചെയ്തത്. ബട്ട് എങ്കിലും ചിറ്റോവേര വീണില്ല. അന്നേരം അതുകൊണ്ട് തന്നെ ഇൻസൈൻ ചിഹ്നമാണ് ചിറ്റോവേരയ്ക്കുള്ളത്. പക്ഷേ നമ്മുടെ ഡേവിഡ്സൺ ഫിഗറേറ്റോയിട്ടുള്ള ഫൈറ്റിൽ ചിറ്റോവേര ഒന്ന് വീണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊന്ന് ലൈവ് കണ്ടതേ ഉള്ളൂ, പിന്നീട് ഞാൻ റീവാച്ച് ചെയ്തില്ല. മാത്രമല്ല ഞാനിവിടെ മാർവിൻ വെറ്റോറി ചൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഡയമണ്ട് ചിഹ്നമാണ്. ഇതുവരെ ക്രാക്കായിട്ട് പോലുമില്ല. മാത്രമല്ല മിഡിൽ വെയ്റ്റിലാണ്. അതിന് കുറേ കൂടെ ഹെവി ഹിറ്റേഴ്സാണ്. അതിന് ഇത്രയും ഇടി കിട്ടിയിട്ടും മാർവിൻ വെറ്റോറി അത്ര ഭയങ്കര ഒരു ഫൈറ്റർ പോലുമല്ല, മീഡിയോക്കർ മാർവിൻ എന്നാണ് വിളിക്കുന്നത് തന്നെ. ബട്ട് ഇത്രയും ഹിറ്റുകൾ അബ്സോർബ് ചെയ്തിട്ടും മാർവിൻ വെറ്റോറി ഒന്ന് വോബിളായിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഭീകര ചിഹ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ബേസിക്കലി അൺക്രാക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാർവിൻ വെറ്റോറിയുടെ ചിഹ്നം ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നോക്കൗട്ട് പവറിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ 1-2 പേരുകൾ മനസ്സിൽ വരും. ഫ്രാൻസിസ് ഇംഗാനു, ഡെറിക് ലൂയിസ്, പിന്നെ അലക്സ് പെരേര. ഡെറിക് ലൂയിസിനെ ഞാൻ തൽക്കാലം വിട്ടേക്കാണ്. എനിക്ക് ഇതുപോലെ ഡെറിക് ലൂയിസിനേക്കാളും കുറച്ചുകൂടെ ഫേവർ ചെയ്യുന്നത് ഇംഗാനുവിൻ്റെയും പെരേരയാണ്. പിന്നെ ഇംഗാനുവിൻ്റെ കാര്യമാണെങ്കിൽ ഇംഗാനു ആണ് ഒബ്വിയസ്ലി ഈ പറയുന്ന നോക്കൗട്ട് പവർ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം റീസെൻ്റ്ലി അലക്സ് പെരേര ഇതുപോലെ ഇംഗാനുവിൻ്റെ ആ പഞ്ചിങ് മെഷീനിലെ റെക്കോർഡ് പൊട്ടിച്ചതായിട്ട് കണ്ടു. പക്ഷേ പല പഞ്ചിങ് മെഷീൻസിനും പല ഇതാണ് കാണിക്കുന്നത്, എല്ലാം ഒരുപോലെ ആക്യുറേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കൺസിഡർ ചെയ്യുന്നില്ല. ഇംഗാനുവിൻ്റെ നോക്കൗട്ട് പവർ വളരെ നല്ലതാണ്. പക്ഷേ ഞാനിവിടെ പരിഗണിക്കുന്നത് അലക്സ് പെരേരയാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗാനു ഇങ്ങനെ സ്വിങ് ചെയ്ത് ഭയങ്കര രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇംഗാനുവിൻ്റെ ടെക്നിക്ക് എത്രത്തോളം ഒരു ഇമ്പ്രസീവ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടെക്നിക്കും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് അലക്സ് പെരേരയുടെ ഒരു ലെഫ്റ്റ് ഹുക്ക് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ ഷാഡോ റെലമിൽ ചെല്ലും. അതുകൊണ്ട് തന്നെ ഞാൻ അലക്സ് പെരേരയുടെ നോക്കൗട്ട് പവർ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്രിസിഷൻ അഥവാ ആക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓപ്പണിംഗ് കണ്ടിട്ട് നേരെ സ്വിഫ്റ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി, അതിനാണ് ഞാൻ ശരിക്കും ആക്യുറസി അഥവാ പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. പ്രിസിഷൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പേരുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അലക്സ് പെരേര, പിന്നെ കോണർ മക്ഗ്രിഗോർ, പിന്നെ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഷോൺ ഒമാലിയുടെ പ്രിസിഷൻ അത്യാവശ്യം നല്ലതാണ്. ഷോൺ ഒമാലി ഇത്രയും വലിയ സ്റ്റാർ ആക്കിയതും ആ ഒരു ആക്യുറസി തന്നെയാണ്. ഈ പറയുന്ന ആക്യുറസിയും ടൈമിങ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ഒരു കറക്റ്റ് ഒരു നോക്കൗട്ട് ടൈം ചെയ്യാൻ പറ്റുന്നത്. അതിന് ടൈമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് അസ്പിനാലിനെ എനിക്ക് ഇതുപോലെ ഞാനൊന്ന് മനസ്സിലാവുന്നായിരുന്നു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അസ്പിനാലിൻ്റെ നോക്കൗട്ട് പവർ അണ്ടർ റേറ്റഡ് ആണ്. ബട്ട് എങ്കിലും അസ്പിനാൽ ശരിക്കും ആ ഒരു ടൈമിങ് ചെയ്യുന്ന രീതി നല്ലതാണ്. അതുകൊണ്ടാണ് ഇത്രയും നോക്കൗട്ട്സ് അസ്പിനാലിൻ്റെ കയ്യിലുള്ളത്. ബട്ട് എങ്കിലും ഞാൻ ചൂസ് ചെയ്യുന്നത് ഷോൺ ഒമാലിയുടെ പ്രിസിഷൻ. പിന്നെ കോണർ മക്ഗ്രിഗറിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മക്ഗ്രിഗറിന് ഞാൻ വേറെ കാറ്റഗറി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഭയങ്കര ഷാർപ്പാണ് ഷോൺ ഒമാലി. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ ഓഫ് ഷോൺ ഒമാലി. അത് കഴിഞ്ഞൊരു ബോക്സിങ്ങിലാണെങ്കിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഇലിയ ടൊപൂര. ബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇതുപോലെ വേറെ കുറേ പേരുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡസ്റ്റിൻ പോറിയർ ഉണ്ട്, മാക്സ് ഹോളോവേ ഉണ്ട്, പീറ്റർ യാനുണ്ട്. അങ്ങനെ ഇതുപോലെ 3-4 പേരുകൾ എൻ്റെ മനസ്സിൽ വന്നത്. ഡസ്റ്റിൻ പോറിയറൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന കേസുകളാണ്. ബട്ട് എങ്കിലും ഇലിയ ടൊപൂര ഇവരെക്കാളൊക്കെ സുപ്പീരിയർ ബോക്സറാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയ ടൊപൂര ബേസിക്കലി ഒരു റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷേ ഇലിയ ടൊപൂര ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ആരെങ്കിലും പറയുമോ? ഇലിയ ടൊപൂര കറക്റ്റില്ല കനേലോ ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് ടൊപൂര ഫൈറ്റ് ചെയ്യുന്നത്. അന്നേരം ഈ പറയുന്ന എല്ലാം കൊണ്ടും ഒരു UFC ഏറ്റവും ബെസ്റ്റ് ബോക്സർ ഇലിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബോക്സിംഗ് ഓഫ് ഇലിയ. അത് കഴിഞ്ഞിട്ട് ഹെഡ് മൂവ്മെൻറ്റ്, ഒരു പഞ്ച് കണക്റ്റ് ആവാതിരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഇല്ല മാട്രിക്സിലുള്ള പോലെ തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു ഷോ ഓഫ് ചെയ്യാനെല്ലാം ഹെഡ് മൂവ്മെൻറ്റ് വളരെ അത്യാവശ്യമാണല്ലോ.
ഹെഡ് മൂവ്മെൻറ്റ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന 2-3 പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആൻഡേഴ്സൺ സിൽവ, 2 ഡൊമിനിക് റോസ്, മൂന്നാമത്തെ ആൾ കോഡി ഗാർബനറ്റ്. ഞാൻ കോഡിയുടെ ഹെഡ് മൂവ്മെൻറ്റ് ഞാൻ ചൂസ് ചെയ്യും. ആൻഡേഴ്സൺ സിൽവയുടെ ഹെഡ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐക്കോണിക്കാണ്. ആൻഡേഴ്സൺ സിൽവയെ തൊടാൻ തന്നെ പറ്റത്തില്ല. ബട്ട് എങ്കിലും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന കോഡിയാണ്. നിങ്ങൾക്ക് കോഡി ഗാർബനറ്റിനെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സെർച്ച്, അതായത് നിങ്ങൾ റീസെൻ്റ്ലി UFC കണ്ടു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കോഡി വേഴ്സസ് ഡൊമിനിക് റോസ് ഫൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. കാര്യം ഈ കോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു കേസാണ്. കാര്യം കോഡിയുടെ ആ ഒരു ടൈറ്റിൽ റൺ എന്ന് പറയുമ്പോഴത്തേക്ക്, ടൈറ്റിൽ വരെയുള്ള റൺ എന്ന് പറയുമ്പോഴത്തേക്ക് ലെജൻഡറിയാണ്. മാത്രമല്ല ആ ഒരു ടൈറ്റിൽ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ആ ഒരു രാത്രി കോഡിയെ തൊടാൻ ആർക്കും പറ്റത്തുണ്ടായിരുന്നില്ല. കാര്യം കോഡി അൺഡിഫീറ്റബിൾ ആയിരുന്നു. അതായത് നമ്മളിതുപോലെ തമാശയ്ക്കൊക്കെ പറയും കോഡി ഇതുപോലെ MMA ഡെവിൾസുമായിട്ട് ഇതുപോലെ പാക്റ്റിൽ ഏർപ്പെട്ടു. അതായത് കോഡി ആ ഒരു നൈറ്റിലേക്ക് വേണ്ടിയിട്ട് തൻ്റെ എൻ്റെ കരിയർ സാക്രിഫൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ. അതിന് ആ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രമാത്രം ഒരു ലെജൻഡറി ഫൈറ്റ് ആയിരുന്നു. അതായത് ഹെഡ് മൂവ്മെൻ്റ് ആണെങ്കിലും മൊത്തത്തിൽ ഇല്ല, കറക്റ്റ് ഇല്ല, ആദ്യമായിട്ട് ഡൊമിനിക് റോസിനെ ഫിഗർ ഔട്ട് ചെയ്ത് കോഡിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ഫൈറ്ററിന് കോഡിയുടെ ഹെഡ് മൂവ്മെൻറ്റ് കൊടുക്കും. അതായത് കോഡിയുടെ പ്രൈം എന്ന് പറയുമ്പോഴത്തേക്ക് 25 മിനിറ്റ് ആയിരുന്നു. ആ 25 മിനിറ്റിലായിരുന്നു കോഡിയുടെ പ്രൈം എന്ന് പറയുന്നത്. അതിന് പ്രൈം കോഡിയുടെ ഹെഡ് മൂവ്മെൻറ്റ് ഞാൻ ചൂസ് ചെയ്യും. അതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ കോഡിയുടെ ഹെഡ് മൂവ്മെൻറ്റ് ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൽബോ ഓക്കെ അത്ര നെസറി അല്ല, ബട്ട് എങ്കിലും എൽബോ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന 2 പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ജോൺ ഡോൺസ്, ഒബിയസ്ലി ജോൺ ഡോൺസ് എൽബോ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ഡോൺസിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്. കാര്യം ജോൺ ഡോൺസിന് അത്ര നോക്കൗട്ട് പവർ ഇല്ല. ജോൺ ഡോൺസിൻ്റെ കൈ ഭയങ്കര ലെങ്തി അല്ല. അതുകൊണ്ട് തന്നെ ലെങ്തി കൈയുള്ളവർക്ക് നോക്കൗട്ട് പവർ ഇല്ലെന്നല്ല, ബട്ട് എങ്കിലും ജോൺ ഡോൺസിന് അത്രത്തോളം നോക്കൗട്ട് പവർ ഇല്ല. അതിന് വേണ്ടിയിട്ട് ജോൺ ഡോൺസ് ആ ഒരു ക്ലോസ് റേഞ്ചിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് എൽബോസ്. കാര്യം ആ ഒരു ടോർക്കിയായിട്ട് നല്ല ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺസ് എൽബോ യൂസ് ചെയ്യും. ബട്ട് എങ്കിലും എൽബോയുടെ കാര്യത്തിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് എൽ കുക്കുയി, ടോണി ഫെർഗൂസൺ. ടോണിയുടെ അൺകൺവെൻഷണൽ എൽബോയും കൂടെ ഈ ഒരു പെർഫെക്റ്റ് ഫൈറ്ററിന് അഡീഷണൽ ആയിട്ട് ഇരുന്നോട്ടെ ഞാൻ വിചാരിച്ചു. കാര്യം ടോണി ഇതുപോലെ നമ്മുടെ മനസ്സിലെല്ലാം ഉള്ളൊരു ഫേവറേറ്റ് ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ടോണിയുടെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ഇതിനകത്ത് കൂടി ചേർക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടോണിയുടെ എൽബോയും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റെസ്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ പല പേരുകൾ മനസ്സിൽ വരും. ഒരുപാട് റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം DC ഉണ്ട്, സെഹുഡോ ഉണ്ട്, റൊമേറോ ഉണ്ട്, ജോൺ ഡോൺസ് ഉണ്ട്, കമാറു ഉസ്മാൻ ഉണ്ട്. അതുമാത്രമല്ല റെസ്ലിങ്ങിൻ്റെ കാര്യത്തിൽ UFC ഫേമസ് ആയിട്ടുള്ള ഖബീബ് ഉണ്ട്, ഇസ്ലാമുണ്ട്, കംസ ചിമായോ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ബട്ട് റെസ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് GSP. MMA റെസ്ലിങ്ങിൻ്റെ കാര്യത്തിൽ GSPയേക്കാൾ ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ല. UFC തന്നെ ആദ്യത്തെ കംപ്ലീറ്റ് മിക്സഡ് മാർഷൽ ആർട്ടിസ്റ്റുള്ള ഒരാളാണ് GSP. ഇപ്പോൾ GSPയുടെ കാര്യത്തിലാണ് GSP അത്ര ഒരു സ്പെഷ്യൽ ഗൈ ഒന്നും ആയിരുന്നില്ല. മീൻസ് ഇതുപോലെ ഭയങ്കര ഗിഫ്റ്റഡ് ഗൈ ഒന്നും ആയിരുന്നില്ല. പക്ഷേ GSP എത്രത്തോളം സ്പെഷ്യലാക്കി പറയുമ്പോഴത്തേക്ക് കാര്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാര്യം ഈ പറയുന്ന ഓരോരോ കാര്യങ്ങൾ പഠിച്ച് അത് ബ്ലെൻഡ് ചെയ്തിട്ട് നേരെ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണ് GSP അത്രത്തോളം സ്പെഷ്യൽ ആവുന്നത്. ഹൈലി ടെക്നിക്കലാണ് GSP. ഈ പറയുന്ന സ്ട്രൈക്കിങ്ങും റെസ്ലിങ്ങും ഇതുപോലത്തെ കാര്യങ്ങൾ GSPയുടെ ഒരു ഷൂട്ട് ബോക്സിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആരും ഈ കാര്യങ്ങളെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കറക്റ്റ് ഒരു MMA റെസ്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും GSPയേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസ്ലർ വേറെ ആരുമില്ല. ഇപ്പം നമ്മൾ ഖബീബായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഖബീബും ഇതുപോലെ മെജോറിറ്റി ആൾക്കാരുടെയൊക്കെ എന്ന് പറയുമ്പോൾ ടേക്ക് ഡൗൺസ് കൂടുതലും വരുന്നത് ഫെൻസിനോട് ചേർന്നിട്ടാണ്. അതായത് നേരെ ടേക്ക് ഡൗൺ ചെയ്യാൻ പോകും, അപ്പോഴത്തേക്ക് ആ ഒരു ടേക്ക് ഡൗൺ ഡിഫൻസ് ചെയ്യും, അപ്പോഴത്തേക്ക് നേരെ ഫെൻസിൻ്റെ അങ്ങോട്ട് പോകും. ഖബീബൊക്കെ കൂടുതലും ചെയ്യുന്നത് ഫെൻസിൻ്റെ അവിടെ ഇട്ടിട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നത്. GSP എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓപ്പണിൽ ടേക്ക് ഡൗൺ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഫെൻസിൻ്റെ അവിടെ ട്രാപ്പായി പോയാൽ പോലും, അതായത് മീൻസ് GSP ഫെൻസിൻ്റെ അവിടെ ട്രാപ്പ് ചെയ്താൽ പോലും നേരെ എടുത്തിട്ട് ഇപ്പുറത്തിടുന്നതാണ്. GSPയുടെ റെസ്ലിംഗ് എത്രത്തോളം ഇമ്പ്രസീവ് ആണെന്ന് അറിയണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്, കാണിച്ചു തരാം. GSPയുടെ കോച്ചായിട്ടുള്ള ജോൺ ഡൻഹാർ നമ്മുടെ ലെക്സ് ഫ്രീഡ്മാനുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതിനകത്തിൽ വന്നിട്ട് സംസാരിച്ചാണ്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. Anyone who knows George as a coach will tell you he was twice as good as that in the gym, where he would often go against people several weight divisions above himself. I could sit here all day, I won't name names, but I always laugh when people say, oh, this is the greatest pound for pound guy of all time. And I've personally seen George take that guy down and crush him in the gym, and I can't say anything because it's rude to talk about that in public because it's just training. But I've seen George go with people all the way up to light heavyweight, some of the greatest names in the history of the sport, put them down, advanced position on the ground and dominate them in training. It's what he did. അതിന് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലൈറ്റ് ഹെവി ഡിവിഷനിൽ. അന്നേരം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അന്നേരം അത് തന്നെ, അന്നേരം അത്രത്തോളം വലിയൊരു റെസ്ലറാണ് GSP. അതുകൊണ്ട് തന്നെ ടേക്ക് ഡൗൺസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ റെസ്ലിങ്ങിൻ്റെ കാര്യത്തിൽ GSPയേക്കാളും ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യും GSPയുടെ റെസ്ലിംഗ്. പിന്നെ ഗ്രാപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ടേക്ക് ഡൗൺ ചെയ്തു, നിലത്തിട്ടു, ഇനി എന്ത്. ഗ്രാപ്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് വേറെ ബെറ്റർ ഓപ്ഷൻ ഒന്നുമില്ല, ഖബീബ് നർമഗോഡവ്. കാരണം ഖബീബിനേക്കാളും ബെറ്ററായിട്ട് ഗ്രൗണ്ടിൽ പെർഫോം ചെയ്തിട്ടുള്ള വേറെ ആരും
UFC-ലില്ല. ഇപ്പം വേറെ ഇതുപോലെ പറയുകയാണെങ്കിൽ ഹംസത്തുണ്ട്, ചാൾസ് ഒലിവേരയുണ്ട്, ഇസ്ലാം മഹാസയുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ബട്ട് എങ്കിലും ഖബീബിനെ ഞാൻ അവരെക്കാളും superior ആയിട്ട് കാണും. കംസത്ത് ഇനിയും കുറേ കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. കംസത്ത് ഭീകര ത്രെറ്റ് തന്നെയാണ്. ബട്ട് എങ്കിലും കംസത്തിനേക്കാളും കുറേ UFC-ൽ പ്രൂവ് ചെയ്ത ആളാണ് ഖബീബ്. അത് മാത്രമല്ല, ഇപ്പം ചാൾസ് ഒലിവേരയുടെ കാര്യമാണ്. ചാൾസ് ഒലിവേരയ്ക്ക് ഇത്രയും ഫിനിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എങ്കിലും ഇപ്പം ചാൾസ് ഒലിവേര ഇസ്ലാം മഹാസേവ് ഇത് നിസ്സാരമായിട്ട് സബ്മിറ്റ് ചെയ്ത് കളഞ്ഞാണ്. ഇപ്പോൾ ഇസ്ലാം മഹാസേവും ഖബീബിനെയും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഖബീബിനെ ഒരു ബെറ്റർ ഗ്രാപ്ലറായിട്ട് പറയും. ഖബീബ് ഒരു കംപ്ലീറ്റ് ഫൈറ്റർ എന്നുള്ള, അതായത് ഇസ്ലാം മഹാസേവിനേക്കാൾ ഒരു കംപ്ലീറ്റ് ഫൈറ്റർ അല്ല ഖബീബ്. പക്ഷേ ഇപ്പോൾ ഇസ്ലാം മഹാസേവിൻ്റെ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഖബീബിൻ്റെ ഗ്രാപ്ലിംഗ് സ്കില്ല് വെച്ചിട്ട് ഇസ്ലാം മഹാസേവിനെ തോപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും ചൂസ് ചെയ്യുന്നത് ഖബീബിൻ്റെ ഗ്രാപ്ലിംഗ്. അത് കഴിഞ്ഞിട്ട് കാർഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. മെരാബ് ഡ്വാലിഷ്വലി. കാര്യം മെരാബിനേക്കാളും ബെറ്റർ കാർഡിയോ അല്ലെങ്കിൽ ലങ് പവറുള്ള ആൾക്കാർ UFC-ൽ വേറെ ഇല്ല. ഇപ്പോൾ ഓണറബിൾ മെൻഷൻസ് ഒക്കെ പറയാനാണെങ്കിൽ ഇതുപോലെ ജോൺ ജോൺസ് ഉണ്ട്, ഖബീബുണ്ട്, പിന്നെ കോൾബി കോങ്ടൺ ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ജോൺ ജോൺസ് ഒന്നും ശരിക്കും അത്ര ഭയങ്കര കാര്യമായിട്ട് ഗ്യാസ് ഔട്ട് ആയിട്ടില്ല. ഖബീബ് ഗ്യാസ് ഔട്ട് ആയിട്ടില്ല. ഖബീബിൻ്റെ ഗ്യാസ് ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് കാർഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ഖബീബിൻ്റെ ഗ്യാസ് ടാങ്ക് ചിഹ്നൊക്കെ. ബട്ട് എങ്കിലും മെരാബിനേക്കാളും ബെറ്റർ കാർഡിയോ ഉള്ള ഒരാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മെരാബ് ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. ഇപ്പം മറ്റേ ഉമറുമായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞാൽ തന്നെ, ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഉമറെല്ലാം തലയിൽ കൈ വെച്ചിട്ട് ഭയങ്കര ഹെവി ബ്രെത്ത് എടുത്തുകൊണ്ട് ക്ഷീണിച്ച് അവിടെ നിൽക്കുകയാണ്. മെറാബ് ഫൈറ്റ് ഇടയിൽ കൂടെ കിടന്ന് ഓടുന്നു. അന്നേരം മെറാബിൻ്റെ കാർഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസൈനാണ്. കാരണം അത് ശരിക്കും ജെനറ്റിക്സും ഹാർഡ് വർക്കും കൂടെ കമ്പൈൻഡാണ്. കാര്യം ജെനറ്റിക്കലി മെറാബ് കാർഡിയോയുടെ കാര്യത്തിൽ ഭയങ്കര ഗിഫ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ആ കാർഡിയോ ഉണ്ടെന്ന് വെച്ചിട്ട് മെറാബ് അടങ്ങിയിരിക്കത്തില്ല. കാര്യം UFC-ൽ തന്നെ ഏറ്റവും എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് മെറാബ്. മറ്റേ DC ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതായത് ഇങ്ങനെ എപ്പോഴും മെറാബ് ഓടിക്കൊണ്ടിരിക്കുക. അതായത് ഒരു ദിവസം പോലും മെറാബ് അങ്ങനെ ആ ഒരു മുടക്കം വരുത്തത്തില്ല. അതുകൊണ്ട് തന്നെ ആ മെറാബിൻ്റെ കാർഡിയോ. അടുത്തത് ടേക്ക് ഡൗൺ ഡിഫൻസ്. അതിന് ടേക്ക് ഡൗൺസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്തായാലും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പേരെന്ന് പറയുന്നത് ഹോസെ ആൾഡോ ആണ്. ബട്ട് എങ്കിലും ഞാൻ ശരിക്കും ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ജോൺ ജോൺസിനെയാണ്. കാര്യം ജോൺ ജോൺസിൻ്റെ ടേക്ക് ഡൗൺ ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭീകരമാണ്. ജോൺ ജോൺസിനെ എത്ര പേര് ടേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജോൺ ജോൺസിനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നത്, അതും പെട്ടെന്നൊന്ന് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയത് ഗുസ്താവ്സൺ മാത്രമാണ്. പക്ഷേ അപ്പോൾ തന്നെ ജോൺസ് ചാടി എണീക്കുകയും ചെയ്തു. UFC-ൽ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ടേക്ക് ഡൗൺ ഡിഫൻസ് ഉള്ളത് ജോൺ ഡോൺസിനാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ടേക്ക് ഡൗൺസിൻ്റെ കാര്യത്തിൽ ചൂസ് ചെയ്യുന്നത് ജോൺ ഡോൺസിനെയാണ്. അടുത്തത് കിക്സിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരേ ഒരു പേര് എഡ്സൺ ബർബോസയ്ക്കെല്ലാം ബെറ്ററായിട്ട് കിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഓരോ സ്പെഷ്യലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റിൻ ഗേജിയുടെ കാഫ് കിക്ക് നല്ലതാണ്, പിന്നെ അലക്സ് പെരേരയുടെ കിക്സ് നല്ലതാണ്. ഇപ്പം അലക്സ് പെരേരയുടെ കിക്ക് ശരിക്കും ആ ഒരു സ്നീക്കിൻ ചെയ്യുന്ന രീതി, അതായത് അലക്സ് പെരേരയുടെ കിക്ക് വരെ നമ്മൾ കാണത്തില്ല, അത് സ്നീക്കിൻ ചെയ്യുന്ന രീതി നല്ലതാണ്. ബട്ട് എങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ബർബോസയെക്കാളും ബെറ്ററായിട്ട് കിക്ക് ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കിക്സ് ഞാൻ ചൂസ് ചെയ്യും എഡ്സൺ ബർബോസ. അടുത്തത് അത്ലറ്റിസിസം കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു, അതായത് ചാടി മറിഞ്ഞ് ആ ഒരു അക്രോബാറ്റിക് സ്റ്റഫ് ബേസിക്കലി പറയുകയാണെങ്കിൽ യൂറി ബോയ്ക്കല്ലേ, അതായത് നമ്മുടെ അൺഡിസ്പ്യൂട്ടഡിലെ സ്കോട്ട് ആറ്റ്കിൻസിനെ അതുപോലത്തെ പരിപാടികൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് ശരിക്കും ബേസിക്കലി അതൊന്നും റിയൽ MMA-ൽ വലിയതൊന്നുമില്ല. ബട്ട് എങ്കിലും അതുപോലെ ഇപ്പം സെലിബ്രേഷൻസിൻ്റെ കാര്യമാണ്. അതായത് ഇപ്പം നോക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഹൈലൈറ്റ്സ്, അതായത് ചാടി വന്നിട്ട് കിക്ക് ചെയ്തിട്ട് നോക്കൗട്ട് ചെയ്യുക, ഇതുപോലത്തെ കുറേ ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ അത്ലറ്റിക്സിസം ഉണ്ടെങ്കിൽ ഫാൻസിനെ കിട്ടാൻ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു ഓവറോൾ ആ ഒരു ഷോ ഓഫിനാണെങ്കിലും ശരിക്കും ഇനി മൂവിയിലെ കൂട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു അത്ലറ്റിക്സിസം ഉണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് സേജ് നോർക്കട്ട്. ഈ സേജ് നോർക്കട്ടിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മൾ ഈ മറ്റേ സബീദ് മാഗമഡ് ഷെരിപ്പോഫ് ഇല്ലേ, സബീദിന് നമ്മളിതുപോലെ ബിഗ്ഗസ്റ്റ് വാട്ട് ഇഫ് ഇൻ UFC നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ കേസാണ് ശരിക്കും ഈ ഒരു സേജ് നോർക്കട്ട്. സേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും എക്സ്ട്രീംലി ഗിഫ്റ്റഡ് ഗായ് ആയിരുന്നു. കരാട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ബോഡി ബിൽഡിങ്ങിലേക്ക് ഇടയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് UFC-ൽ വന്നു. അതും വളരെ യങ് ഏജ്, എത്ര 19 വയസ്സെന്തേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്ട്രീംലി ഗിഫ്റ്റഡ് ഗായ് ആയിരുന്നു. ശരിക്കും മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം MMA-ൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ സേജിൻ്റെ കരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാര്യം പക്ക മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് പറ്റിയതാണ് പുള്ളിയുടെ കരിയറിലെ ട്രാജഡി എന്ന് പറയാനാണെങ്കിൽ. കാര്യം ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു. ഇപ്പം നമ്മുടെ ഈ ബോനിക്കലിനെ പറ്റിയില്ലേ, അതായത് ഇപ്പം അധികം എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ട് പോലും നേരെ പെട്ടെന്ന് കയറ്റി വിട്ടു. പക്ഷേ ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൈ കിട്ടിയപ്പോഴത്തേക്ക് എക്സ്പോസ്ഡ് ആയി, അല്ലെങ്കിൽ ആ ഒരു ഇൻഎക്സ്പീരിയൻസ് കാരണം ഫെയിലായി. അതിൻ്റെ ഒരു ടെറിബിൾ വെർഷനാണ് ശരിക്കും ഈ ഒരു സേജ് നോർക്കട്ട്. കാര്യം ഇതുപോലെ തന്നെ പെട്ടെന്ന് കയറ്റി വിട്ടു. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സിൻ്റെ കൈ ചെന്നപ്പോഴത്തേക്ക് ഇൻഎക്സ്പീരിയൻസ് കാരണം ഫെയിലായി. ഇതിൽ അത്യാവശ്യം ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാനം UFC റീസൈൻ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നേരെ വേറെ ഏതോ ഒരു ഓർഗനൈസേഷനിൽ പോയി അവിടെ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ മുമ്പിൽ പോയി പെട്ടിട്ട് മുഖത്ത് ഭയങ്കര കുറേ ഫ്രാക്ചറൊക്കെ ആയിട്ട് ഇനീഷ്യൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ KO ആയി. അങ്ങനെ ശരിക്കും ഇല്ലാതായ ഒരു കരിയറാണ് സേജിൻ്റെ.
ഇപ്പോഴും 29 വയസ്സേ ഉള്ളൂ, ഇപ്പോഴും യങ് ആണ്. ബട്ട് എങ്കിലും ആ ഒരു നല്ല പീരീഡ് മൊത്തം പോയി. ഇപ്പോൾ 1 ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഞാൻ അത്ലറ്റിസിസം ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി, ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മതി സേജ് നോർക്കട്ടിൻ്റെ അത്ലറ്റിസിസം. അതായത് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും എക്സ്ട്രീംലി റയറാണ്. അന്നേരം ഞാൻ ചൂസ് ചെയ്യും സേജ് നോർക്കട്ടിൻ്റെ അത്ലറ്റിസിസം. അത് കഴിഞ്ഞിട്ട് ഫിസിക്ക്. MMA ഫിസിക്കും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ബട്ട് എങ്കിലും നമ്മൾ ഇതുപോലെ പെർഫെക്റ്റ് ഫൈറ്ററിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ആരുടെ ഫിസിക്ക് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നല്ല ബോഡിയൊക്കെ ഉള്ള ഒരാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ആരുടെ ഫിസിക്ക് ചൂസ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ 1-2 പേരുകൾ മനസ്സിൽ ഓർമ്മ വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ സേജ് നോർക്കട്ടിൻ്റെ ഫിസിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസെയിൻ ആണ്. കാര്യം ആ ഒരു ബോഡി ബിൽഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ. ഞാൻ പിന്നെ സേജിനെ ആൾറെഡി ഒരിടത്ത് എടുത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ബട്ട് എങ്കിലും ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേക്ക് സീക്രട്ട് ചൂസ് പൗളോ കോസ്റ്റ. പൗളോ കോസ്റ്റയുടെ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പോളോയും മറ്റേ നമ്മുടെ റൊമേറോയുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും MMA കാണുന്നതിന് മുമ്പ് ഫൈറ്റേഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ കരുതിയിരുന്നോ അതുപോലാണ് അത് രണ്ടുപേരും ഇരിക്കുന്നത്. അതിന് അങ്ങനെ ഒരു ഫൈറ്റും അടിപൊളിയായിരുന്നു, സൂപ്പർ ഫൈറ്റുമായിരുന്നു. ശരിക്കും UFC തന്നെ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് ഉസാഡ പീരീഡിൽ, അതായത് ആ ഒരു ഈ സ്റ്റിറോയിഡ് ചെക്കിംഗ് ഒക്കെ വന്ന് കഴിഞ്ഞ പിന്നുള്ള പീരീഡിലെ ഏറ്റവും ബെസ്റ്റ് മസ്കുലർ ഫൈറ്റ്സിലൊന്നാണ് യോൾ റൊമേറോ വേഴ്സസ് പോളോ കോസ്റ്റ. അതുകൊണ്ട് തന്നെ ഞാൻ പോളോ കോസ്റ്റയുടെ ഫിസിക്ക് ചൂസ് ചെയ്യും. അടിപൊളി ഫിസിക്കാണ്. അത് കഴിഞ്ഞിട്ട് ചാമ്പ്യൻ ഓറ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ഫൈറ്റർ എന്തായാലും ചാമ്പ്യൻ ആവും. കാര്യം എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഫൈറ്ററിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, ചാമ്പ്യൻ ആവും. ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിലും അതുപോലെ ആ ഒരു സ്വയം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അത് ആരുടെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, കോണർ മക്ഗ്രിഗോർ. കാര്യം കോണർ മക്ഗ്രിഗോറിൻ്റെ പ്രൈം കോണർ മക്ഗ്രിഗോർ, ഞാൻ പ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത് ബോക്സിങ്ങിൽ പോകുന്നതിന് മുമ്പാണ്. എഡി അൽവാരസിനെ തോൽപ്പിച്ച് ആ ഒരു ഡബിൾ ചാമ്പായി നിൽക്കുന്ന കോണർ മക്ഗ്രിഗോർ, അതുവരെയുള്ള കാര്യം ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശരിക്കും ഡൗൺഫോൾ ആണ്. കബി മാച്ചിലൊക്കെ വന്നപ്പോഴത്തേക്ക് അത് പ്രൈമിൽ നിന്ന് പോയി, അത് കഴിഞ്ഞിട്ട് ടെറിബിൾ പേഴ്സൺ ആയിട്ട് മാറി. ഞാൻ അതിന് മുമ്പുള്ള കോണർ മക്ഗ്രിഗോറിനെ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും UFC എന്ന് പറയുമ്പോഴത്തേക്ക് കോണർ മക്ഗ്രിഗോർ ആയിരുന്നു. കോണർ മക്ഗ്രിഗോറിൻ്റെ ഷോൾഡറിലായിരുന്നു UFC. ഇത്രയും ഒരു പോപ്പുലാരിറ്റി ആക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്വയം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാം കൊണ്ടും ശരിക്കും ഒരു ചാമ്പ്യൻ ഫേസ് ആവാൻ പറ്റിയ ആളാണ് പ്രൈം കോണർ മക്ഗ്രിഗോർ. അതുകൊണ്ട് തന്നെ ആ ഒരു ചാമ്പ്യൻ ഓറ എടുക്കുകയാണെങ്കിൽ കോണർ മക്ഗ്രിഗോറിനെ ഞാൻ ചൂസ് ചെയ്യും. ഞാൻ എന്തായാലും കോണർ മക്ഗ്രിഗോറിൻ്റെ ട്രാഷ് ടോക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം കോണർ മക്ഗ്രിഗോർ കുറേ കൂടെ റൂഡാണ്, അതായത് കുറച്ച് അതിരി വിടും ആ രീതിയിൽ. അതായത് കോണർ മക്ഗ്രിഗോറിൻ്റെ ആ ഒരു സ്പോണ്ടേനിറ്റിയൊക്കെ അടിപൊളിയാണ്. അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് ഓരോന്നൊക്കെ വരുന്നത് ഫണ്ണിയാണ്. ബട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻസൾട്ട് ലെവലിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കോണർ മക്ഗ്രിഗോറിൻ്റെ ട്രാഷ് ടോക്ക് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ട്രാഷ് ടോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഷെയിൽ സോണനെ എടുക്കും. ഷെയിൽ സോണൻ്റെ ട്രാഷ് ടോക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല ഈ ഷെയിൽ സോണൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഇരുന്ന് പറയുന്നത്. കാര്യം ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇതിന് മുമ്പ് ഒരുപക്ഷെ ഇത് മെമ്മറൈസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ബട്ട് എങ്കിൽ പോലും ആ പറയുന്ന ഫ്ലോയും ആ പറയുന്ന കാര്യങ്ങളും ഇതെങ്ങനെ ഓർത്തിരിക്കും നമ്മൾ വിചാരിക്കും ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട്. അതായത് അതും ആ ലെവലിൽ ട്രാഷ് ടോക്കിംഗ് ആണ്, തമാശയാണ്, നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമാണ്. ഇപ്പോൾ ട്രാഷ് ടോക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് 1-2 ഓണറബിൾ മെൻഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ ട്രാഷ് ടോക്ക് ഗോഡ് DDPയുടെ ട്രാഷ് ടോക്ക് നല്ലതാണ്. എസ്പെഷ്യലി ട്വിറ്ററിലാണെങ്കിലും ഈ ആൾക്കാരെ കരയിക്കുന്ന കാര്യത്തിലാണെങ്കിലും DDPയുടെ ട്രാഷ് ടോക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്കിൾ ബിസ്പിങ്ങിൻ്റെ ഇതുപോലെ തന്നെ എനിക്ക് ഷെയിൽ സോണൻ്റെ കൂട്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ബിസ്പിങ്ങിൻ്റെ ട്രാഷ് ടോക്കും. ബട്ട് എങ്കിലും ഞാൻ ആ ഒരു ഫ്ലോയുടെ ഒക്കെ കേസിൽ ഞാൻ എന്തായാലും ഷെയിൽ സോണനെ തന്നെ പ്രിഫർ ചെയ്യാം. അങ്ങനെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പെർഫെക്റ്റ് ഫൈറ്റർ. പിന്നെ ഒരു ഫൈറ്റർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു ഒക്ടഗണിൽ ആ ഒരു ഫൈറ്ററിനെ കംപ്ലീറ്റ് ആക്കുന്നത് ആ ഫൈറ്ററിൻ്റെ കോർണർ അഡ്വൈസും കൂടെയാണ്, ഒരു നല്ല കോർണറും കൂടെ വേണം. UFC തന്നെ ഏറ്റവും ബെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോഴത്തേക്ക് GSPയുടെ കോർണറാണ്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ, ഞാൻ ഫൈറ്റേക്ക് GSPക്ക് കൊടുക്കാതിരുന്ന കാര്യം തന്നെ ഈ ഒരു കോർണർ ഉള്ളതുകൊണ്ടാണ്. ഫിറാസ് സഹാബി, ജോൺ ഡൻഹാർ, ഗ്രെഗ് ജാക്സൺ, ഫിൽ നേഴ്സ്, ഇത്രയും പേരുള്ള കോർണറാണ് GSPയുടെ. അതായത് ശരിക്കും ആ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫൈറ്റേക്ക് എന്ന് പറയുന്ന ഒരു ഫോട്ടോയിൽ സമ്മപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആ ഒരു ഫോട്ടോയാണ്. അന്നേരം അത്രയും ഒരു ഇൻസൈൻ കോർണറാണ് GSPക്ക് ഉണ്ടായിരുന്നത്. അന്നേരം ഒരു കോർണറും കൂടി ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും GSPയുടെ കോർണർ ഞാൻ ചൂസ് ചെയ്യും. ആൻഡ് ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പെർഫെക്റ്റ് UFC ഫൈറ്റർ. ആൻഡ് ഈ ഒരു ഫൈറ്ററിനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ DJയുടെ ഫൈറ്റ് IQ, മാർവിൻ വെറ്റോറിയുടെ ചിഹ്ന, അലക്സ് പെരേരയുടെ നോക്കൗട്ട് പവർ, ഷോൺ ഒമാലിയുടെ ആക്യുറസി അഥവാ പ്രിസിഷൻ, ഇലിയ ടൊപ്പുരയുടെ ബോക്സിംഗ്, കോഡി ഗാർബൻറ്റിൻ്റെ ഹെഡ് മൂവ്മെൻറ്റ്, ടോണി ഫെർഗൂസൻ്റെ എൽബോ, GSPയുടെ റെസ്ലിംഗ്, ഖബീബിൻ്റെ ഗ്രാപ്ലിംഗ്, മെറാബിൻ്റെ കാർഡിയോ, ജോൺ ജോൺസിൻ്റെ ടേക്ക് ഡൗൺ ഡിഫൻസ്, എഡ്സൺ ബാർബോസയുടെ കിക്സ്, സേജ് നോർക്കട്ടിൻ്റെ അത്ലറ്റിസിസം, പോളോ കോസ്റ്റയുടെ ഫിസിക്, കോണർ മക്ഗ്രിഗോറിൻ്റെ ഓറ, ഷെയിൽ സോണൻ്റെ ട്രാഷ് ടോക്കും പിന്നെ GSPയുടെ തന്നെ കോർണർ, ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പെർഫെക്റ്റ് ഫൈറ്റർ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഫൈറ്റർ ഏത് ഡിവിഷനിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും
മിഡിൽ വേ ഡിവിഷൻ ചൂസ് ചെയ്യും. അതായത് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി ചെയ്യാമല്ലോ. അതിന് മിഡിൽ വേ ഡിവിഷനിലെ ഈ ഒരു ഫൈറ്ററിനെ തോപ്പിക്കാൻ വേറെ ആർക്കും പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുപോലെ ഒരു പെർഫെക്റ്റ് ഫൈറ്ററിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് നിങ്ങൾ പറയുക. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.